നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ഭാഗമാണ്. നമ്പർ സിസ്റ്റത്തിലെ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ നമ്മൾ പൂർണ്ണമാക്കിയിരുന്നു. ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷനിലെ ഡെസിമൽ പോയിന്റ് സംഖ്യകൾ വരുന്ന ആ ഭാഗം മുതൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ മുതലുള്ള കൺവേർഷൻസ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഡെസിമൽ ടു ഒക്ടൽ ഫ്രാക്ഷൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഒന്ന് കൺവേർഷൻ നടത്തി നോക്കാം. ഉദാഹരണമായി 198.125 ടു ദ ബേസ് 10, അതായത് ഡെസിമലിലുള്ള 198.125 എന്ന് പറയുന്ന ഒരു സംഖ്യ എങ്ങനെ ഒക്ടലിലേക്ക് മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ബൈനറിയിൽ ചെയ്തതുപോലെ തന്നെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗം അത് രണ്ടാമതായി ഡെസിമൽ പോയിന്റിന് മുമ്പുള്ള ഭാഗം സെപ്പറേറ്റ് ആയിട്ട്, അതായത് ആദ്യം ഡെസിമൽ പോയിന്റിന് മുമ്പുള്ള ഭാഗവും അതിനുശേഷം ഡെസിമൽ പോയിന്റിനെ തുടർന്ന് വരുന്ന ഭാഗവും രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 198 എന്നുള്ളത് മാത്രം എടുക്കാം. 198നെ 8 കൊണ്ട് ഹരിക്കുന്നു. 8 കൊണ്ട് ഹരിക്കുമ്പോൾ 24 എന്ന് ലഭിക്കുന്നു. റിമൈൻഡർ 6 ആണ് കിട്ടുന്നത്. അപ്പോൾ 24 ഗുണം 8 എന്ന് പറയുമ്പോൾ 192 വരുന്നുള്ളൂ. ആ 192 എന്ന് പറയുന്നത് 198ൽ നിന്നും കുറയ്ക്കുമ്പോൾ റിമൈൻഡർ 6 ശിഷ്ടം 6 ലഭിക്കുന്നു. ഇനി വീണ്ടും നമ്മൾ 24നെ 8 കൊണ്ട് വീണ്ടും ഹരിക്കുന്നു. അപ്പോൾ 3 എന്ന സംഖ്യ കിട്ടുന്നു. അതിൻ്റെ റിമൈൻഡർ 0 ആണ്. അപ്പോൾ 306 എന്നുള്ള ആ സംഖ്യയാണ് അതിനെ ഒക്ടലിലേക്ക് മാറ്റുമ്പോൾ ലഭിക്കുന്നത്. ഇത് താഴെ നിന്നും മുകളിലേക്കാണ് എഴുതേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിനുശേഷം ഡെസിമൽ പോയിന്റ് ഉള്ള ഭാഗങ്ങളാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഡെസിമൽ പോയിന്റ് ഉള്ള ഭാഗം കൺവേർട്ട് ചെയ്യുമ്പോൾ ആ പോയിന്റ് 125 എന്ന് പറയുന്ന ആ ഡെസിമൽ സംഖ്യയെ നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.000 എന്നാണ് ലഭിക്കുന്നത്. അതിൻ്റെ ഡെസിമൽ പോയിന്റിന് മുമ്പുള്ള ആ നമ്പർ മാത്രം എടുത്ത് നമ്മൾ മാറ്റി എഴുതുന്നു. അപ്പോൾ 1 എന്ന സംഖ്യ മാത്രം നമ്മൾ മാറ്റി എഴുതുന്നു. ഇനി ആ ഭാഗം ഒഴിവാക്കി കഴിയുമ്പോൾ പിന്നെ ബാക്കിയുള്ളത് 000 എന്ന് പറയുന്ന ഭാഗമാണ്. നിങ്ങൾക്കറിയാം, ഏത് നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും റിസൾട്ട് 0 ആയതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് തുടർന്നു പോകുന്നതിൽ അർത്ഥമില്ലാത്തതിനാൽ നമ്മൾ ഇവിടെ വെച്ച് ഈ കൺവേർഷൻ പൂർണ്ണമാകുകയാണ്. അപ്പോൾ 306.1 എന്നുള്ള വാല്യൂ അവിടേക്ക് വരുന്നു. ഇതാണ് ഒക്ടൽ കൺവേർഷൻ. ഡെസിമലിൽ നിന്നും ഒക്ടലിലേക്ക് മാറ്റേണ്ട രീതി ഇതാണ് ഫ്രാക്ഷൻസ് വരുമ്പോൾ. ഇനി നമുക്ക് ഡെസിമലിൽ നിന്നും എങ്ങനെ ഹെക്സാ ഡെസിമലിലേക്ക് പോകാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഏത് സംഖ്യയെ ഡെസിമലിൽ നിന്ന് മാറ്റണമെങ്കിലും ഏതിലേക്കാണോ മാറ്റേണ്ടത് അതിൻ്റെ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്കറിയാം, ഹെക്സാ ഡെസിമലിൻ്റെ ബേസ് 16 ആണ്. അതുകൊണ്ട് 659 എന്ന് പറയുന്ന സംഖ്യയെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ 41 എന്ന് കിട്ടും. അതിനുശേഷം അതിൻ്റെ റിമൈൻഡർ 3 വരും. അതായത് 656, 41 ഗുണം 16 എന്ന് പറയുമ്പോൾ 656 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ശിഷ്ടം, അതിൻ്റെ റിമൈൻഡർ 3 നമുക്ക് ലഭിക്കുന്നു. ഇനി ഈ 41നെ വീണ്ടും നമ്മൾ 16 കൊണ്ട് ഹരിക്കുന്നു. 16 കൊണ്ട് ഹരിക്കുമ്പോൾ 16 3 48 ആയി പോവും. 16 2 32 ലഭിക്കും. 32 പോയിട്ട് 41ൽ നിന്നും 32 മൈനസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ 9 ലഭിക്കും. ഇനി താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് പോലെ തന്നെ താഴെ നിന്ന് മുകളിലേക്ക് എഴുതുക 293. അപ്പോൾ 293 ടു ദ ബേസ്
16, അതായത് ഹെക്സാഡെസിമലിലേക്ക് അതിനെ മാറ്റുമ്പോൾ 16 എന്ന ബേസിലേക്ക് മാറ്റുമ്പോൾ 293 എന്ന ഉത്തരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനിയും ഇത് തന്നെ ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിന് നമ്മൾ എടുത്തിരിക്കുന്ന ഉദാഹരണം 266.367. അപ്പോൾ നിങ്ങൾക്കറിയാം, എല്ലാ ഫ്രാക്ഷൻ നമ്പേഴ്സിനെയും കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതിനെ 2 ഭാഗമായിട്ട് തിരിക്കണം. ഫ്രാക്ഷൻ ഇല്ലാത്ത ഭാഗം പ്രത്യേകം ചെയ്യണം, അതിനുശേഷം ഫ്രാക്ഷൻ ഉള്ള ഭാഗം ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് 266 എന്ന ഭാഗം മാത്രം എടുക്കാം. അതിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 16 എന്ന റിസൾട്ട് കിട്ടുന്നു. അതിൻ്റെ റിമൈൻഡർ 10 എന്നാണ് റിമൈൻഡർ കിട്ടുന്നത്. ഈ 10 എന്ന് പറയുന്ന സംഖ്യ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ എ എന്നാണ് നമ്മൾ സൂചിപ്പിക്കേണ്ടത്. അതുകൊണ്ട് അതിനെ ക്യാപിറ്റൽ എ എന്ന് സൂചിപ്പിക്കുക. അതിനുശേഷം വീണ്ടും 16നെ 16 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 1 എന്ന സംഖ്യ കിട്ടുന്നു. അവിടെ റിമൈൻഡർ 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം താഴെ നിന്നും മുകളിലേക്ക് എഴുതുമ്പോൾ 10 ക്യാപിറ്റൽ എ എന്ന ഉത്തരമാണ് ലഭിക്കുന്നത്. ഇനി നമുക്കതിന് മറ്റൊരു ഭാഗം കൂടിയുണ്ട്, ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള ഭാഗം 367 എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് ഇവിടെ ചെയ്തതിന് നേരെ വിപരീതമായ കാര്യങ്ങളാണ്. ഇവിടെ ഡിവിഷനാണ് നടത്തിയത്, അതുകൊണ്ട് അവിടെ മൾട്ടിപ്ലിക്കേഷനാണ് നടത്തേണ്ടത്. അപ്പോൾ പോയിന്റ് 367 എന്ന സംഖ്യയെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 5.872 എന്ന സംഖ്യ ലഭിക്കുന്നു. അതിൽ നിന്ന് 5 എന്ന ഭാഗം മാത്രം നമ്മൾ മാറ്റി എഴുതുന്നു. ശേഷിക്കുന്ന 0.872 എന്ന ഭാഗം കൊണ്ട് വീണ്ടും 16 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 13.952, അതായത് 13 എന്ന ഭാഗമാണ് ഡെസിമൽ പോയിന്റിന് മുമ്പായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, 13 എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 10 എന്നാൽ എ ആണ്, 11 ബി ആണ്, 12 സി ആണ്, 13 എന്ന് പറയുമ്പോൾ അത് ഡി ആണ്. അപ്പോൾ 13 എന്നുള്ളതിന് പകരം നമ്മളവിടെ ഡി എന്ന് റെപ്രസെൻ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ആ 13 ഒഴിവാക്കിയുള്ള ബാക്കിയുള്ള ഭാഗം 0.952 എന്ന ഭാഗത്തിനെ വീണ്ടും 16 കൊണ്ട് ഗുണിക്കുന്നു. ഗുണിക്കുമ്പോൾ 15.232 എന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ ആ 15 എന്ന് പറയുന്ന സംഖ്യ മാറ്റി എഴുതുന്നു. 15 എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ ഏറ്റവും അവസാനത്തെ നമ്പറാണ്. അതാണ് എഫ് എന്ന നമ്പർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ നേരത്തെ താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ റിമൈൻഡേഴ്സ് എടുത്ത് എഴുതിയിരുന്നത്. ഇവിടെ മുകളിൽ നിന്നും താഴേക്കാണ് എഴുതേണ്ടത്. അപ്പോൾ 5DF എന്നുള്ള ഉത്തരമാണ് അവിടെ ലഭിക്കുന്നത്. ഇങ്ങനെയാണ് ഹെക്സാഡെസിമലിലേക്ക് നമ്മൾ കൺവേർഷൻ നടത്തുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഒരു ബൈനറി സംഖ്യയെ ഡെസിമലിലേക്ക് മാറ്റാം. ബൈനറി സംഖ്യയെ ഡെസിമലിലേക്ക് മാറ്റാൻ ചെയ്യേണ്ടത്, ഓരോ പൊസിഷനിലെയും ഓരോ ബൈനറി സ്ഥാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്, അതിൻ്റെ വിലയുണ്ട്. ആ അതാത് സ്ഥാനങ്ങളിലെ വില കൊണ്ട് അവിടെയുള്ള ആ സ്ഥാനങ്ങളിലുള്ള നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ കൂട്ടുമ്പോൾ ഇത് ഡെസിമൽ സംഖ്യയായിട്ട് മാറുന്നതാണ്. ഇവിടെ MSB എന്നും LSB എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. MSB എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അതായത് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള, ഏറ്റവും കൂടുതൽ വിലയുള്ള ബിറ്റിനെ പറയുന്ന പേരാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ ആ പൊസിഷനെ പറയുന്നതാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. അപ്പോൾ നിങ്ങൾക്കറിയാം, 156 എന്ന് എഴുതിയാൽ 6 എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. 1 എന്ന് പറയുന്നതായിരിക്കും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. ഏറ്റവും വില കൂടിയതിനെയാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത്. അത് ഒന്ന് ഓർത്തു വേണം. ഇനി നമുക്കിതിൻ്റെ കൺവേർഷനിലേക്ക് പോകാം. എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇതിൽ നോക്കുക, റൈറ്റ് സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. റൈറ്റ് സൈഡിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ വില ഏറ്റവും കുറഞ്ഞ വിലയാണ്. അവിടെ ഒറ്റയുടെ സ്ഥാനമാണ്. അതായത് 2⁻0 എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം.
അതിനുശേഷം 0 എന്ന സംഖ്യയാണ് വരുന്നത്. അതിനെ നമ്മൾ അതിൻ്റെ വിലയായിട്ടുള്ള 2/1 കൊണ്ട് ഗുണിച്ചു. അതിനുശേഷം ഉള്ള 1നെ 2/2 കൊണ്ട് ഗുണിച്ചു. പിന്നെ വരുന്ന 0നെ 2/3 കൊണ്ട് ഗുണിച്ചു. അതിനുശേഷം 0നെ 2/4 കൊണ്ട് ഗുണിച്ചു. അതിനുശേഷം 2/5 കൊണ്ട് നമ്മൾ ഗുണിച്ചു. അപ്പോൾ അതാത് സ്ഥാനങ്ങളിലെ വെയിറ്റിനനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കതിൻ്റെ അടുത്ത ഇതിലേക്ക് പോകാം. അതായത് 2⁵ എന്ന് പറയുമ്പോൾ 32 ആണ്. 16 × 0 എന്ന് പറയുമ്പോൾ 0, 0 × 8 0, 4 × 1 4, 0 × 2 0, 1 × 1 1. അപ്പോൾ ഇത് 37 എന്ന് പറയുന്ന സംഖ്യ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ഓരോ പൊസിഷനിലെയും അതിൻ്റെ വെയിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ആ സ്ഥാനത്തിൻ്റെ വാല്യൂ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് ഡെസിമലിലുള്ള ആ സംഖ്യയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇതിൻ്റെ പൊസിഷണൽ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക ഓരോ സ്ഥാനങ്ങളിലെയും. അത് ഏറ്റവും വലതേ സൈഡിൽ നിന്ന് തുടങ്ങുക, ഇടത്തോട്ട് വരും തോറും അതിൻ്റെ വെയിറ്റ് കൂടിക്കൂടി വരും. ഡെസിമൽ ബൈനറി സംഖ്യയാണെങ്കിൽ 2⁵0, 2⁵1 എന്ന് പോവും. ഡെസിമൽ സംഖ്യയാണെങ്കിൽ 10⁻0, 10⁻1, 10⁻2 അങ്ങനെ പോവും. ഒക്ടൽ സംഖ്യയാണെങ്കിൽ 8⁻0, 8⁻1, 8⁻2 അങ്ങനെ പോവും. ഹെക്സാഡെസിമൽ സംഖ്യയാണെങ്കിൽ 16⁻0, 16⁻1, 16⁻2 അത്തരത്തിലാണ് അതിൻ്റെ വെയിറ്റ് കൂടിക്കൂടി പോകുന്നത്. അപ്പോൾ LSB എന്താണെന്നും MSB എന്താണെന്നും മനസ്സിലാക്കിയിരിക്കണം. LSB എന്ന് പറഞ്ഞാൽ ഏറ്റവും വാല്യൂ കുറഞ്ഞതാണ്. MSB എന്ന് പറഞ്ഞാൽ ഏറ്റവും വാല്യൂ കൂടിയ പൊസിഷനാണ്. ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റും മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റും. ഇനി ബൈനറി ഫ്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബൈനറി ഡെസിമൽ പോയിന്റിന് ശേഷം അതിൻ്റെ സ്ഥാനത്തിൻ്റെ വില 10⁻⁻1, 10⁻⁻2, 10⁻⁻3 ഇങ്ങനെ താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കി വെക്കണം. ഇവിടെ ഒരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. ഡെസിമൽ പോയിന്റിന് മുമ്പുള്ള ഭാഗം വലത്തേക്ക് വരും തോറും ഇടത്തേക്ക് വരും തോറും 2⁵0, 2⁵1, 2⁵2, 2⁵3 ഇങ്ങനെ അതിൻ്റെ വാല്യൂ കൂടിക്കൂടി വരും ഇടത്തോട്ട്. ഡെസിമൽ പോയിന്റ് വരുമ്പോൾ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ആ ഓരോ സ്ഥാനത്തിൻ്റെയും വില 2⁻⁻1, 2⁻2, 2⁻3 അങ്ങനെയാണത് പോകുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ടോട്ടൽ ചെയ്ത് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ കിട്ടുന്ന റിസൾട്ട് 29 + 0.5 + 0.25, അതായത് 29.75 എന്ന ഡെസിമൽ സംഖ്യയാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് ലഭിക്കുന്നത്. ഇത് കുറേ എക്സാമ്പിൾസ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് കൺവേർഷൻ പ്രൊസീജിയർ മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഒക്ടൽ ടു ഡെസിമൽ, ഒക്ടൽ സംഖ്യയിൽ നിന്നും എങ്ങനെ ഡെസിമൽ സംഖ്യയിലേക്ക് മാറാം? അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇതിപ്പോൾ ഏത് നമ്പർ സിസ്റ്റത്തിലാണ് നിൽക്കുന്നത്? ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലാണിത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ സ്ഥാനത്തിൻ്റെയും വാല്യൂ അല്ലെങ്കിൽ വില അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് 8⁻0, 8⁻1, 8⁻2 എന്നുള്ള തരത്തിലായിരിക്കും. അപ്പോൾ 4 എന്ന് പറയുന്ന സംഖ്യയുടെ വില 8⁻0 ആണ്. 6 എന്ന് പറയുന്ന സംഖ്യയുടെ വില 8⁻1 ആണ്. 3 എന്ന് പറയുന്ന സംഖ്യയുടെ വില 8⁻2 ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞ പോലെ 8⁻0 വിലയുള്ള 4 സാധനം, 8⁻1 വിലയുള്ള 6 സാധനം, 8⁻2 വിലയുള്ള 3 സാധനം. അങ്ങനെ വരുമ്പോൾ ആകെ എത്ര രൂപയായി എന്ന് നോക്കണമെങ്കിൽ നമ്മളിത് മുഴുവനായി ടോട്ടൽ ചെയ്ത് നോക്കുന്നത് പോലെ 3 × 8² എന്ന് പറഞ്ഞാൽ 64, 3 × 64 + 6 × 8 + 4 × 1. 4 × 1 വരാൻ കാരണം ഏത് നമ്പർ ⁻0 എന്ന് പറഞ്ഞാലും 1 ആണ്. അപ്പോൾ 192 + 48 + 4 എന്ന് കിട്ടും.
അതിൻ്റെ ഉത്തരം 244 എന്ന് ലഭിക്കും. 364 എന്ന ഒക്ടൽ സംഖ്യയെ നമ്മൾ ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ 244 എന്ന സംഖ്യയാണ് ലഭിക്കുന്നത്. ഇനി അതിൻ്റെ ഫ്രാക്ഷൻസ് വരുമ്പോഴും നമ്മൾ നേരത്തെ കണ്ട രീതി തന്നെയാണ് ചെയ്യേണ്ടത്. ഡെസിമൽ പോയിന്റിൻ്റെ ഇടതുവശത്തേക്ക് വരും തോറും 8⁻0, 8⁻1, 8⁻2 എന്ന് കൂടിക്കൂടി പോകും. അതിൻ്റെ വലത് ഭാഗത്തേക്ക് ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള ഭാഗത്തേക്ക് വരുമ്പോൾ 8⁻−1, 8⁻−2 ഇങ്ങനെയാണ് പോകുന്നത്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 159.2185 എന്ന സംഖ്യയാണ് കിട്ടുന്നത്. ഇനി ഹെക്സാ ഡെസിമലിൽ നിന്നും എങ്ങനെ ഡെസിമലിലേക്ക് മാറ്റാം? അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ചെയ്തപ്പോൾ മനസ്സിലായതുപോലെ തന്നെ 12A അല്ലെങ്കിൽ 12A എന്നാണ് സംഖ്യയാണ് മാറ്റേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത് ഏതിലാണ് ഇപ്പം നിൽക്കുന്നത്? ഇത് ഹെക്സാ ഡെസിമലിലാണ് നിൽക്കുന്നത്. നമുക്ക് മാറ്റേണ്ടത് ഏതിലേക്കാണ്? ഡെസിമലിലേക്കാണ്. ഏത് നമ്പർ ഡെസിമലിലേക്ക് മാറ്റണമെങ്കിലും അതിൻ്റെ പൊസിഷണൽ വെയിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത് പരസ്പരം കൂട്ടുക. അപ്പോൾ ആദ്യത്തെ സംഖ്യ നമുക്ക് വലത്ത് നിന്ന് ഇടത്തേക്ക് നോക്കാം. എ എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമൽ നമ്പറിലെ എ എന്ന് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞാൽ 10 എന്നാണ് അർത്ഥം. അപ്പോൾ 10 × 16⁻0. അതിനുശേഷം 2 എന്ന് പറയുന്ന ആ നമ്പറിൻ്റെ വില എന്ന് പറയുന്നത് 16⁻1 ആണ്. 1 എന്ന സംഖ്യയുടെ വില 1 × 16⁻2. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 298 എന്ന സംഖ്യയാണ് ഡെസിമലിൽ കിട്ടുന്നത്. ഇത് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി ആ 298 എന്ന് പറയുന്ന സംഖ്യയെ ഡിവൈഡ് ചെയ്ത് 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തിരിച്ചുള്ള ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അതിൻ്റെ തന്നെ ഫ്രാക്ഷൻസ് ഉള്ള കേസ് നിങ്ങൾക്കറിയാം. ഫ്രാക്ഷൻ ഡെസിമൽ പോയിന്റിന് മുമ്പുള്ള ഭാഗം പ്രത്യേക രീതി ചെയ്യുക. അതായത് 16⁻0, 1, 2 എന്ന ക്രമത്തിൽ വലത് നിന്ന് ഇടത്തേക്ക് അത് കൂടിക്കൂടി വരും. ഇനി ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ഉള്ള ഭാഗങ്ങൾ അത് 16⁻−1, -2 എന്നുള്ള തരത്തിൽ പോകും. അതുപോലെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇവിടെ ക്യാപിറ്റൽ എ എന്നുള്ളതിന് പകരം നിങ്ങൾ ഇടേണ്ട നമ്പർ 10 എന്നാണ്. ക്യാപിറ്റൽ സി എന്ന് പറഞ്ഞാൽ 12-നെയാണ് സൂചിപ്പിക്കുന്നത്. ക്യാപിറ്റൽ ബി എന്ന് പറഞ്ഞാൽ 11-നെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ നമ്പേഴ്സ് വേണം അതിൻ്റെ പൊസിഷനിൽ ഇടാൻ. ഇനി അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ കിട്ടുന്ന സംഖ്യ 684.688 എന്ന സംഖ്യയാണ് ലഭിക്കുന്നത്. അതാണ് ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നമ്പർ. ഇനി ഒരു ബൈനറി നമ്പറിനെ എങ്ങനെ ഒക്ടലിലേക്ക് മാറ്റാം? അപ്പോൾ ഒരു ബൈനറി നമ്പറിനെ ഒക്ടലിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആ ബൈനറി സംഖ്യയുടെ വലതേ എൻഡിൽ നിന്നും തുടങ്ങിയിട്ട് 3 എണ്ണം വീതം വെച്ച് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ വലത് സൈഡിൽ നിന്ന് തുടങ്ങുമ്പം ഏറ്റവും റൈറ്റ് സൈഡിലുള്ളത് 0 ആണ്, അതിന് ശേഷമുള്ളത് 1 ആണ്, അതിന് ശേഷമുള്ളത് 1 ആണ്. ഈ 3 എണ്ണം ഒരുമിച്ച് ചേർത്ത് എഴുതുക. അപ്പോൾ അതൊരു ഗ്രൂപ്പായി. അതിന് ശേഷമുള്ള 1, 1, 0 എന്നുള്ളത് അടുത്ത ഗ്രൂപ്പായിട്ട് എഴുതുക. അപ്പോൾ ഒരു 1 അധികം വരും. ആ 1-ൻ്റെ ഇടതുഭാഗത്തായി 2 0 കൂടി ചേർത്ത് അതിനെയും നമ്മൾ 3 ഭാഗങ്ങളാക്കി മാറ്റുക. അപ്പം 3 എണ്ണം വീതമുള്ള 3 ഗ്രൂപ്പാക്കി തിരിക്കുന്നു. മൂന്നെണ്ണം വീതമുള്ള 3 ഗ്രൂപ്പാക്കി തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഓരോ ഭാഗത്തിൻ്റെയും ഡെസിമൽ സംഖ്യ എഴുതുക. അതായത് 110 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെസിമൽ ഈക്വലൻ്റ് എന്ന് പറയുന്നത് 6 എന്ന സംഖ്യയാണ്. കാരണം 2⁻0 എന്ന സ്ഥാനത്ത് 0 ആണ്, 2⁻1 എന്ന് പറയുന്ന ഭാഗത്ത് 1 ആണ്, 2⁻2 എന്ന് പറയുന്ന ഭാഗത്ത് 1 ആണ്.
അപ്പം 4 + 2 6 എന്ന സംഖ്യയാണ് അവിടെ കിട്ടുന്നത്. ഇനിയും 0 1 1 എന്ന് പറയുമ്പോൾ അത് 3 എന്ന സംഖ്യയാണ് കിട്ടുന്നത്. 0 0 1 എന്ന് പറയുമ്പോൾ 1 എന്ന സംഖ്യയാണ് കിട്ടുന്നത്. ഇത് വളരെ എളുപ്പമാണ്. 1 3 6 ടു ദ ബേസ് 8. ഇതാണ് ഇതിൻ്റെ കൺവേർഷൻ. ഇനി ഡെസിമൽ പോയിന്റ് വരുന്ന കേസുകൾ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള ഭാഗം വലത് നിന്ന് ഇടത്തേക്കാണ് ഇടത്തു നിന്ന് വലത്തേക്കാണ് ഗ്രൂപ്പ് ചെയ്ത് എടുക്കേണ്ടത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. എന്നിട്ടതിനെ 3 വീതമുള്ള ഗ്രൂപ്പ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഒരു 0 കൂടി ചേർത്ത് അതിനെ 3 നമ്പേഴ്സാക്കി മാറ്റണം. ഇവിടെ അത് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണത് ലഭിക്കുന്നത്. അതിനുശേഷം ആ ഓരോ നമ്പറുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ സംഖ്യ എഴുതുക. 0 1 0 എന്ന് പറഞ്ഞാൽ 2നെയാണ് സൂചിപ്പിക്കുന്നത്. 1 1 1 3 1 വരുമ്പോൾ 7 വരുന്നത്. കാരണം ആ 3 1-ൽ വലത്തെ അറ്റത്തുള്ള 1ൻ്റെ വില 2/0 അടുത്ത 1ൻ്റെ വില 2/1 അതിൻ്റെ അടുത്ത 1ൻ്റെ വില 2/2 അപ്പോൾ 4 + 2 + 1 എന്ന് വരും. അപ്പോൾ 4 2 6 1 7. അതേപോലെ 0 1 1 എന്ന് പറയുമ്പോൾ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള 0 1 1 എന്ന് പറഞ്ഞാൽ 3 1 0 0 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് എഴുതിയാൽ മതി. അപ്പോൾ നമ്മുടെ ഉത്തരം ലഭിക്കും. വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി പറയാം. വലത്തെ സൈഡിൽ നിന്നും 3 വെച്ച് 3 ബിറ്റുകൾ വെച്ച് ഗ്രൂപ്പ് ചെയ്ത് എഴുതുക. അവസാനം വരുമ്പോൾ ഏതെങ്കിലും ഗ്രൂപ്പിൽ ഇടത്തെ അറ്റത്ത് വരുന്ന ഗ്രൂപ്പിൽ 3 എണ്ണം കുറവുണ്ടെങ്കിൽ അവിടെ എത്ര എണ്ണത്തിൻ്റെ കുറവുണ്ടോ അത്രയും 0 ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ 3 ഭാഗങ്ങളുടെയും ഡെസിമൽ സംഖ്യ എഴുതുക. ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റെപ്പ്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അത് ഡെസിമൽ പോയിന്റിന് ശേഷം വലത്തേക്ക് പോകുന്തോറും ആണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഇവിടെ വലത്ത് നിന്ന് ഇടത്തേക്കാണ് നോർമൽ കേസിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ ഡെസിമൽ പോയിന്റിന് ശേഷം ഇടത്ത് നിന്ന് വലത്തേക്ക് ഗ്രൂപ്പ് ചെയ്യണം. അല്ലാത്ത കേസിൽ വലത്ത് നിന്ന് ഇടത്തേക്ക്. ഇത് ഓർത്താൽ മതി. ഇനി ഒക്ടൽ സംഖ്യയെ എങ്ങനെ ബൈനറി ആക്കാം എന്നതിൻ്റെ എക്സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ ചെയ്തതിന് നേരെ റിവേഴ്സ് പ്രോസസ്സ് ചെയ്യുക. 1 4 7 എന്ന് മാറ്റി മാറ്റി എഴുതുക. 1ൻ്റെ ബൈനറി എഴുതുക, 4ൻ്റെ ബൈനറി എഴുതുക, 7ൻ്റെ ബൈനറി എഴുതുക. ഇത് ഒരുമിച്ച് ചേർത്ത് എഴുതുക. ഇത്രയും മാത്രമേ ഉള്ളൂ ഒക്ടൽ ടു ബൈനറി എന്ന് പറഞ്ഞാൽ. ഒക്ടൽ ടു ബൈനറി ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ നമ്പറിൻ്റെയും ഡെസിമൽ സംഖ്യ എടുത്തെഴുതുക, ബൈനറി സംഖ്യ എടുത്തെഴുതുക. ആ ബൈനറി സംഖ്യയുടെ വാല്യൂ ഒരുമിച്ച് ചേർത്ത് എഴുതുക. അത്രയും മാത്രമേ അതിനകത്തിൽ ചെയ്യാനായിട്ടുള്ളൂ. 3 വെച്ച് ഗ്രൂപ്പ് ചെയ്തിട്ടാണ് നേരത്തെ നമ്മൾ ചെയ്തത്. അതുകൊണ്ട് ഇത്തവണ നമ്മൾ 3 വീതമുള്ള ആ ബൈനറി സംഖ്യ തന്നെ എഴുതുന്നു. അത് ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്ത് എഴുതും. നേരത്തെ ചെയ്തതിന് നേരെ റിവേഴ്സ് പ്രോസസ്സാണ് ചെയ്തിരിക്കുന്നത്. ഇനി ബൈനറി ടു ഹെക്സാഡെസിമൽ ആകുമ്പോൾ ഒരു വ്യത്യാസം മാത്രമുണ്ട്. ഹെക്സാഡെസിമലിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ 3 വെച്ച് നമ്മൾ ഗ്രൂപ്പ് ചെയ്തതിന് പകരം അവിടെ 4 വെച്ചാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഹെക്സാഡെസിമലിൽ വരാവുന്ന ഏറ്റവും വലിയ സംഖ്യ 15 അപ്പോൾ 15 എന്ന് പറഞ്ഞാൽ 4 1 വരുമ്പോഴാണ് 15 ആകുന്നത്. അപ്പോൾ പരമാവധി 4 ബിറ്റ് വേണം. അതുകൊണ്ട് നമ്മൾ 4 ബിറ്റുകൾ വെച്ചാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. വലത്തെ സൈഡിൽ നിന്ന് തുടങ്ങുന്നു, 4 ബിറ്റായിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു. 0 1 1 ഇത്രയൊരു ഗ്രൂപ്പ്. അടുത്തത് 1 0 1 അത്രയും വരെ ഗ്രൂപ്പ് ചെയ്ത് വെച്ചു. അതിനുശേഷം രണ്ടാമത്തെ ഗ്രൂപ്പിൽ 3 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ഒരു നമ്പറിൻ്റെ കുറവുണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു 0 ആഡ് ചെയ്യണം. ഒരു 0 കൂടെ അവിടെ ചേർക്കുന്നു. ഇനി
ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഭാഗങ്ങളുടെയും ആ റെഡ് പാർട്ട് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ഭാഗങ്ങളുടെയും പ്രത്യേകം ഹെക്സാഡെസിമൽ സംഖ്യ എടുത്ത് എഴുതുക. ആദ്യത്തേതിൻ്റെ എഴുതുമ്പോൾ 5 എന്ന സംഖ്യയാണ് കിട്ടുന്നത്. ആ ബൈനറിയെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഭാഗം മാറ്റുമ്പോൾ ഇ എന്ന് കിട്ടും. അതായത് 4 ഡിജിറ്റുള്ളൊരു ബൈനറി സംഖ്യയിൽ ഇടത്തെ അറ്റത്തെ സംഖ്യയുടെ വില 8 ആയിരിക്കും, അതിന് ശേഷമുള്ളത് 4 ആയിരിക്കും, അതിന് ശേഷമുള്ളത് 2 ആയിരിക്കും, അതിന് ശേഷമുള്ളത് 1 ആയിരിക്കും. അപ്പോൾ 8 + 4 + 2 1ൻ്റെ ഭാഗം 0 അതുകൊണ്ട് 8 4 12 2 14 എന്ന് വരും. 14 എന്നുള്ളത് ഇ എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ 5e to the base 16 എന്ന് കിട്ടും. ഇനി ഇതേ കേസ് തന്നെ ഡെസിമൽ പോയിൻ്റ് ഉള്ള പാർട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 4 വെച്ച് ഗ്രൂപ്പ് ചെയ്യുന്നു. ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള ഭാഗം 4 വെച്ച് ഗ്രൂപ്പ് ചെയ്യുന്നു. ആ ഗ്രൂപ്പ് ചെയ്ത ഓരോ ഭാഗങ്ങളും ആരോ നിങ്ങൾ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്, ഏത് ഡയറക്ഷനിലാണെന്നുള്ളത് പ്രത്യേകം അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഓരോ ഭാഗങ്ങളുടെയും പ്രത്യേകം ഹെക്സാഡെസിമൽ നമ്പർ എഴുതി എടുക്കും. ഇവിടെ 1011 എന്ന് പറയുമ്പോൾ അത് ബി ആണ്. അതായത് 8ൻ്റെ ഭാഗത്ത് 1 ഉണ്ട്, 4ൻ്റെ ഭാഗത്ത് 0 ആണ്, 1ൻ്റെ ഭാഗത്ത് 2, അടുത്ത 1ൻ്റെ ഭാഗത്ത് 1 ഉണ്ട്. അപ്പോൾ 8 + 2 + 1 അതായത് 11 എന്ന സംഖ്യയാണ് കിട്ടുന്നത്. 11 എന്ന് പറഞ്ഞാൽ ബി ആണ്. ഇനി അടുത്ത 4 1 വരുമ്പോൾ അതിൻ്റെ 8 + 4 + 2 + 1 8 4 12 2 14 1 15 എന്ന സംഖ്യയാണ് കിട്ടുന്നത്. 15ൻ്റെ ഹെക്സാഡെസിമൽ ഇക്വലൻ്റ് ആണ് എഫ് എന്ന് പറയുന്നത്. ഇനി ഡെസിമൽ പോയിന്റിന് ശേഷം 3 1 വരുമ്പോൾ 7 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് 0.7 എന്ന് വരും. അപ്പോൾ ആൻസർ BF.7 to the base 16 എന്ന് ലഭിക്കുന്നതാണ്. ഇനി ഹെക്സാഡെസിമലിനെ എങ്ങനെ ബൈനറി ആക്കാം? നേരത്തെ ചെയ്തതിന് നേരെ റിവേഴ്സ് സ്റ്റെപ്പാണ് ഇവിടെ ചെയ്യേണ്ടത്. 7യുടെ ബൈനറി കണ്ടുപിടിക്കുക, 6ൻ്റെ ബൈനറി കണ്ടുപിടിക്കുക, 9ൻ്റെ ബൈനറി കണ്ടുപിടിക്കുക. ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ എന്നിട്ട് ഇത് എല്ലാം കൂടി ചേർത്ത് എഴുതുക. ഡെസിമൽ പോയിന്റ് ഉള്ള ടൈപ്പ് നമ്പേഴ്സ് ആണെങ്കിൽ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ളതിൻ്റെ കൂടി ബൈനറി സംഖ്യ എഴുതുക. എന്നിട്ട് ഈ സംഖ്യകളെല്ലാം കൂടി ചേർത്ത് എഴുതുക. അപ്പോൾ അത് ബൈനറിയിലേക്ക് മാറ്റാം. ഒക്ടൽ ടു ബൈനറി, ഹെക്സാഡെസിമൽ ടു ബൈനറി വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺവേർഷൻ സമ്മറി നമ്മൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഡെസിമലിൽ നിന്ന് ബൈനറിയിലേക്ക് മാറ്റേണ്ടത്? ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച മുഴുവൻ കാര്യങ്ങളും കൂടെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഡെസിമൽ ടു ബൈനറി എന്ന് പറയുമ്പോൾ ആവർത്തനം, റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2 ആൻഡ് ഗ്രൂപ്പിംഗ് ദ റിമൈൻഡേഴ്സ്. നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അതിൻ്റെ റിമൈൻഡേഴ്സ് എഴുതിയെടുക്കുന്നു. ആ റിമൈൻഡറുകൾ താഴെ നിന്ന് മുകളിലേക്ക് എഴുതിയെടുക്കും. അതാണ് ഡെസിമൽ ടു ബൈനറി. ഡെസിമൽ ടു ഒക്ടൽ ആവുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം റിമൈൻഡറുകളെ ഗ്രൂപ്പ് ചെയ്യുന്നു, താഴെ നിന്ന് മുകളിലേക്കാണ് ഗ്രൂപ്പിംഗ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ആവുമ്പോൾ റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 16 ആൻഡ് ഗ്രൂപ്പിംഗ് ദ റിമൈൻഡേഴ്സ്. ഇതിൻ്റെ 3ൻ്റെ പ്രൊസീജിയർ ഒന്ന് തന്നെയാണ്. ആദ്യം ബൈനറി ആവുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഒക്ടലിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഹെക്സാഡെസിമലിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം അത് ഗ്രൂപ്പ് ചെയ്ത് റിമൈൻഡറുകൾ എഴുതുന്നു. ഇനി നേരെ ഓപ്പോസിറ്റ് ബൈനറി ടു ഡെസിമൽ ആണെങ്കിൽ, ബൈനറിയിൽ നിന്നും ഡെസിമലിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ ഓരോ ഭാഗത്തിൻ്റെയും പൊസിഷൻ്റെയും വില കൊണ്ട്, അതിൻ്റെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അത് പരസ്പരം കൂട്ടണം. കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് ഡെസിമൽ ഇക്വലൻറ്റ്. ഒക്ടലിലാവുമ്പോൾ ഇതേ കാര്യം തന്നെ ഒക്ടൽ വെച്ച്, അതായത് 8 വെച്ചിട്ട് നമ്മൾ 8ൻ്റെ പവറായിട്ടുള്ള വാല്യൂ കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൂട്ടുന്നു, അതിൻ്റെ സം കണ്ടുപിടിക്കും. ഹെക്സാഡെസിമൽ ആകുമ്പോൾ 16 കൊണ്ടുള്ള പവർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, കൂട്ടുന്നു, അതാണ് അതിൻ്റെ സം കിട്ടുന്നത്.
ഇനി എങ്ങനെ ഒക്ടലിനെ ബൈനറി ആക്കി മാറ്റാം? ഒക്ടലിനെ ബൈനറി ആക്കി മാറ്റാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒക്ടൽ സംഖ്യയുടെ ഓരോ ഒക്ടൽ സംഖ്യയും അതിൻ്റെ ബൈനറി എഴുതുന്നു. 3 ബിറ്റ് ബൈനറി എഴുതുന്നു. അതിനുശേഷം ആ ബൈനറി സംഖ്യകളെല്ലാം കൂടി നമ്മൾ ചേർത്ത് എഴുതി വെക്കുന്നു. അതാണ് ഒക്ടൽ ടു ബൈനറിയുടെ കൺവേർഷൻ. ഹെക്സാഡെസിമൽ ആണെങ്കിൽ 4 ബിറ്റ് ബൈനറി, ഓരോ സംഖ്യയുടെയും 4 ബിറ്റ് ബൈനറി എഴുതി വെക്കും. ബൈനറിയിൽ നിന്നും ഒക്ടലിലേക്ക് പോകണമെങ്കിൽ 3 ബിറ്റുകൾ വീതമുള്ള ഗ്രൂപ്പുകളാക്കുക. റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് ചെയ്യേണ്ടത്. ആ ഓരോ ഗ്രൂപ്പിൻ്റെയും ഇക്വലൻ്റ് ആയിട്ടുള്ള ഡെസിമൽ സംഖ്യ എടുത്ത് എഴുതിയാൽ അത് ഒക്ടൽ നമ്പറായി മാറും. ഹെക്സാഡെസിമൽ ആകുമ്പോൾ 3 ബിറ്റ് വെച്ച് ഗ്രൂപ്പ് ചെയ്യുന്നതിന് പകരം 4 ബിറ്റ് വെച്ച് ഗ്രൂപ്പ് ചെയ്യുന്നു എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പ്രൊസീജിയർ സെയിം തന്നെയാണ്. ഒക്ടലിൽ നിന്നും ഹെക്സാഡെസിമലിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ആദ്യം ഒക്ടലിനെ ബൈനറിയിലേക്ക് മാറ്റുക, അതിനുശേഷം ബൈനറിയിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്ക് മാറ്റുക. അല്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് ഒക്ടലിൽ നിന്നും ഹെക്സാഡെസിമലിലേക്ക് മാറ്റുവാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഒക്ടലിൽ നിന്ന് ആദ്യം ബൈനറിയിലേക്ക് മാറ്റുക, ബൈനറിയിൽ നിന്ന് വളരെ എളുപ്പം ഹെക്സാഡെസിമലിലേക്ക് മാറ്റുക. ഹെക്സാഡെസിമലിൽ നിന്ന് ഒക്ടലിലേക്ക് മാറ്റണമെങ്കിലും ഇത് തന്നെയാണ് സ്റ്റെപ്പ്. ഹെക്സാഡെസിമലിൽ നിന്ന് ബൈനറി കൺവേർഷൻ നടത്തുക, ആ ബൈനറി കൺവേർഷന് ശേഷം ഒക്ടലിലേക്ക് മാറ്റുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തിൽ ഈ ഭാഗത്ത് പഠിക്കുന്നത്. ഇനി ബൈനറി അഡീഷൻ, സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന 2 ചെറിയ ഭാഗങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ബൈനറി അഡീഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ്റെ നിയമങ്ങൾ മാത്രം നമ്മൾ പഠിച്ചിരിക്കുക. 0 + 0 ബൈനറി, 2 ബൈനറി സംഖ്യകൾ 0ഉം 0ഉം കൂടി ചേർന്നാൽ 0, 1ഉം 0ഉം കൂടി കൂട്ടിയാൽ 1, 0ഉം 1ഉം കൂടി കൂട്ടിയാൽ 1. പക്ഷേ 1ഉം 1ഉം കൂടി ചേരുമ്പോൾ 1 0 എന്നാണ് ഉത്തരം ലഭിക്കുന്നത്. കാരണം ബൈനറിയിൽ 1 0 എന്ന് പറഞ്ഞാൽ ഡെസിമലിൽ 2 എന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മളവിടെ 0 എന്നുള്ള ആൻസർ എഴുതിയതിന് ശേഷം 1 അതിൻ്റെ ക്യാരി ആയിട്ട് അടുത്ത കോളത്തിലേക്ക് വിടും. ഇപ്പോൾ നമ്മൾ 6ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ 11 എന്നുള്ള സംഖ്യ ലഭിക്കുമ്പോൾ 1 മാത്രമേ നമ്മൾ എഴുതത്തുള്ളൂ. അതിനുശേഷം കിട്ടുന്ന ആ 1 അടുത്ത സംഖ്യ, തൊട്ടടുത്ത സംഖ്യ കൂട്ടുന്നതിനോടൊപ്പം ചേർത്താണല്ലോ കൂട്ടുന്നത്. അതേ സ്റ്റെപ്പാണ് ഇവിടെ ഓർക്കേണ്ടത്. 1ഉം 1ഉം കൂടി കൂട്ടുമ്പോൾ 1 0 എന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് 1 അതിനകത്തിലെ ക്യാരി ആയിട്ട് നിങ്ങൾ എടുക്കണം. അത് ഓർത്തോ. ഇവിടെ ഒരു ഉദാഹരണം കൂടി കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുക, 1 + 1. അപ്പോൾ 1 0 എന്നുള്ളതാണ് വരുന്നത്. അതിൻ്റെ റിമൈൻഡർ, അപ്പോൾ നമ്മളവിടെ 0 മാത്രമേ റെപ്രസെൻ്റ് ചെയ്യാവൂ. അതിനുശേഷം അടുത്ത 1 എന്ന് പറയുന്നത് ക്യാരി ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. അത് അടുത്തതിൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ 0 0 ഇവിടെ കൂടെ കൂട്ടുമ്പോൾ 0 ആണ് ലഭിക്കുന്നത്. അതിൻ്റെ കൂടെ ആ 1 കൂടി കൂട്ടി എഴുതുക. അടുത്തത് 0 + 1 1, അടുത്തത് 1 അതുപോലെ താഴെ എടുത്തെഴുതുക. അപ്പോൾ 1 1 0 എന്നുള്ള ഉത്തരമാണ് ലഭിക്കുന്നത്. ഇനി ബൈനറി സബ്ട്രാക്ഷൻ വരുമ്പോഴും അതിൻ്റെ നിയമം 0ൽ നിന്നും 0 കുറച്ചാൽ 0 കിട്ടും, 1ൽ നിന്നും 0 കുറച്ചാൽ 1 കിട്ടും, 1ൽ നിന്നും 1 കുറച്ചാൽ 0 കിട്ടും. അവിടെ വരെയും പ്രശ്നമില്ല. പക്ഷേ 0ൽ നിന്നും 1 കുറയ്ക്കാൻ ശ്രമിച്ചാൽ ഇവിടെ 1 എന്ന ഉത്തരമാണ് ലഭിക്കുന്നത്. അതിൽ 1 കടവായിട്ട് വരും, വിത്ത് ബോറോ 1. തൊട്ടടുത്തതിൽ നിന്നും 1 നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. ഈ സ്റ്റെപ്പുകൾ ഓർത്തിരിക്കുക. അതിനുശേഷം നമുക്കൊരു എക്സാമ്പിളും കൂടി നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. 1 0 1 1 0, അതിൽ നിന്നും 1 1 0 1 എന്ന സംഖ്യ കുറയ്ക്കാൻ നോക്കുക. അപ്പോൾ ആദ്യം തന്നെ 0ൽ നിന്ന് 1 കുറയ്ക്കേണ്ട കേസ് വന്നു. അപ്പോൾ 0ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എത്രയാണ് വരേണ്ടത്? 1 ആണ് വരേണ്ടത്. അപ്പോൾ നമ്മളവിടെ 1 എന്ന് എഴുതുക. തൊട്ടടുത്ത സ്ഥലത്ത് നിന്ന് ഒരു 1 കടമെടുക്കുക. കടമെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവിടെ 1 0 ആയത്. 1 0ൽ നിന്നും 1 കുറഞ്ഞു, അതായത് 2ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 1. അപ്പോൾ അവിടെ ഇനിയും ബാക്കിയൊന്നുമില്ല, അവിടെ 0 മാത്രമേ ഉള്ളൂ. ആ 0 എടുത്തു. അതിന് ശേഷം 1ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 0. വീണ്ടും 0ൽ നിന്ന് 1 കുറയ്ക്കാൻ ശ്രമിക്കുന്നു. അവിടെ വീണ്ടും അപ്പുറത്ത് നിന്നുള്ള 1 ഇങ്ങോട്ട് എടുക്കുമ്പോൾ 1 0 ആകും.
10 എന്ന് പറഞ്ഞാൽ ഡെസിമലിൽ 2 ആണ്. 2-ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 1 എന്ന ഉത്തരം ലഭിക്കും. അപ്പോൾ അവസാനത്തെ ഭാഗത്ത് 0 ആണ് വരുന്നത്. ഇനി ബൈനറി റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് എന്നുള്ള ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ഭാഗമായിട്ട് അത് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഇന്ന് ഇവിടം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.